UDF അധികാരത്തിലെത്തുന്നതോടെ സംസ്ഥാനത്ത് വികസനത്തിൻ്റെ സുവർണ്ണ നാളുകളാണ് ഉണ്ടാവുകയെന്നും അത് ജനപക്ഷ വികസനത്തിൻ്റെ പുതിയ മാതൃക രാജ്യത്തിനും ലോകത്തിനും മുൻപിൽ തുറക്കുമെന്നും പാലായിലെ UDF സ്ഥാനാർത്ഥി മാണി സി കാപ്പൻ പറഞ്ഞു. സാധാരണക്കാരിൽ സാധാരണക്കാരായവരുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാകും പാലായെ താൻ മുന്നോട്ട് നയിക്കുകയെന്നും കാപ്പൻ വ്യക്തമാക്കി. നഗരകേന്ദ്രീകൃത വികസനമല്ല, മറിച്ച് ഗ്രാമങ്ങളെ നഗരങ്ങളാക്കുന്ന ദീർഘവീക്ഷണമുള്ള വികസന സങ്കല്പങ്ങളാണ് പാലായ്ക്ക് വേണ്ടി UDF ആവിഷ്കരിക്കാനിരിക്കുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നിയോജക മണ്ഡലം പര്യടനത്തിനിടെ പ്രവർത്തകരെയും വോട്ടർമാരെയും അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. UDF സ്ഥാനാർത്ഥിയുടെ തലപ്പലം ഭരണങ്ങാനം പഞ്ചായത്തുകളിലെ പര്യടനം സമാപിച്ചു. പെസഹ വ്യാഴവും ദുഃഖവേളയും UDF പരസ്യ പ്രചരണത്തിന് അവധി നൽകിയിട്ടുണ്ട്. മണ്ഡല പര്യടനത്തിന് UDF നേതാക്കളായ ജോയി എബ്രഹാം, ബിജു പുന്നത്താനം, പ്രൊഫസർ സതീഷ് ചുള്ളാനി, ജോയിസ് കറിയ, R പ്രേംജി, കുര്യാക്കോസ് പടവൻ, സന്തോഷ് കാവുകാട്ട്, ജോർജ് പുളിങ്കാട്, R സജീവ്, ടോമി പൊരിയത്ത്, ജോസ് പ്ലാക്കൂട്ടം, സാബു ഔസേപ്പറമ്പിൽ, ശ്രീകല ഗോപാലകൃഷ്ണൻ നായർ, അനസ് മുഹമ്മദ്, ജോമി ബെന്നി, ഉണ്ണി കുളപ്പുറം, വിനോദ് വേർനാനി, തോമസ് കിഴക്കേക്കര, ജിമ്മി വാഴമ്പ്ളക്കൽ, ബിജു സെബാസ്റ്റ്യൻ, ജോയ് ജോസഫ്, മാർട്ടിൻ കോലടി, ജിജി ഈറ്റയ്ക്കുന്നിൽ, അപ്പച്ചൻ മുതലക്കുഴി, സജീവൻ, അനുപമ വിശ്വനാഥ്, എൽസമ്മ ഇളന്തോട്ടം തുടങ്ങിയവർ നേതൃത്വം നൽകി.